എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവാസിയുടെ പ്രയാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ എനിക്ക് പറയാനൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു കമൻറ്റുകളൊന്നും നിങ്ങൾ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റുകൾ പറഞ്ഞ് അപ്പോഴാണ് നമ്മളിപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതിനിപ്പോൾ വലിയ കാശ് ചിലവൊന്നും ഉള്ള കാര്യമല്ല. ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുക, ഒരു ഹായ് വിടുക, ഒരു ലൈക്ക് വിടുക, അതൊക്കെ മനുഷ്യന്മാർക്ക് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവില്ലാത്തൊരു കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് ചെങ്കിൽ നിങ്ങൾക്കത് അതൊരു ലൈക്ക് കൊടുത്തോ അല്ലാച്ചെങ്കിൽ ഒരു കമൻ്റ് ഇട്ടോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള നമ്മളിൽ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ അതൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറും. പിന്നെ അവിടെയും നമ്മൾ പിശുക്ക് കാണിക്കും. അവിടെയാണ് നമ്മളുടെയൊക്കെ പരാജയങ്ങൾ. നമ്മുടെ ആ ഒരു കാര്യം കേട്ട് അതിന് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഞാനായിരുന്നു മേടിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ ചെയ്താൽ മതി. എന്നാലും ഞാൻ പറയുന്നതാണ്. കാരണം എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റുള്ള ആൾക്കാരുമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിൽ എനിക്കും ഒരു അനുഭവം, എനിക്കും അതൊരു പാഠമാണ്. കാരണം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവയർനെസ്, എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും കൂടുതലും സ്വന്തം ജീവിതത്തിൽ കൂടെയും അവൻ്റെ അനുഭവക്കഥകളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവനക്ക് വാക്കുകൾ ഉണ്ടാവുക. അല്ലാത്തവനക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജീവിതം നയിച്ച് അവൻ ഒരുപാട് പടവുകൾ കയറി ഇറങ്ങി, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ത്യാഗം സഹിച്ച്, ഒരുപാട് തെറ്റുകൾ ചെയ്ത്, ഒരുപാട് എന്താ പറയുക അറിവില്ലായ്മകൾ ജീവിതത്തിലുണ്ടായി, ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നത്തിൽ നീന്തി കളിച്ച് അതാണ് ഒരുപാട് അനുഭവങ്ങൾ. അത് ചില ആൾക്കാരത് അവരുടെ കഥകളായിട്ട് വരും, ചരിത്രങ്ങളായിട്ട് വരും, സിനിമയായിട്ട് വരും. ഓക്കെ, എനിവേ എന്തായാലും ഞാനിപ്പോൾ വീണ്ടും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, പ്രവാസിയുടെ കാര്യം തന്നെയാണ്. അതിൻ്റെ ബാക്കി കുറച്ചും കൂടി പറയാമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളിവിടെ നിന്ന് എത്രയോ കാലത്തോളം മറ്റുള്ള ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിലേക്കും നമ്മൾ കുടിയേറിയിട്ട് അവിടെ നിന്നിട്ട് പണിയെടുത്ത് ഒരുപാട് മേഖലകൾ, അത് ടെക്നിക്കൽ മേഖലയായാലും അതേപോലെ തന്നെ ടീച്ചിങ് മേഖലയായാലും പല രീതിയിലായാലും നമ്മൾ അധ്വാനിക്കുന്നവരാണ്. പക്ഷെ ചില ആൾക്കാർക്കുള്ള ഒരു ധാരണ, അവിടെയാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പറ്റം ആൾക്കാർ വെറും അധ്വാനിക്കാൻ വേണ്ടി മാത്രം, ഈ അധ്വാനം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരങ്ങളുണ്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുള്ള പോലെയുള്ള ഒരു കാര്യമല്ല. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ഓർമ്മ വെച്ച് വരുമ്പോൾ നല്ല പോലെ അധ്വാനിക്കണം, നമ്മൾ നല്ല പോലെ അധ്വാനിക്കണം, അതാക്കി പാസ്സായി നമ്മൾ അത്രയും അധ്വാനിച്ചാലാണ് നമുക്കൊരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ആ അധ്വാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അധ്വാനിക്കുന്നവർ പൂർണ്ണമായിട്ട് രക്ഷപ്പെടുകയാണ് വെച്ചെങ്കിൽ ഈ ലോകത്ത് ദരിദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുക. കാരണം എത്രയോ ആൾക്കാർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരുണ്ട് അല്ലേ? 12 മണിക്കൂറും 13 മണിക്കൂറും 15 മണിക്കൂറും അധ്വാനിക്കുന്നവരാണ്. ജീവിതം മുഴുവനും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ അവൻ്റെ 24 മണിക്കൂറിൻ്റെ ഭൂരിഭാഗം ടൈമും അവൻ ജീവിതത്തിൽ അധ്വാനിക്കുന്നവനാണ്. പക്ഷെ എന്തുകൊണ്ട് അവനക്ക് പിന്നെ ഒന്നും ബാലൻസ് വരുന്നില്ല? അവിടെയാണ് ഈ അധ്വാനത്തിൻ്റെ ഡിഫറെൻറ്റ് മേഖല നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അധ്വാനത്തിൻ്റെ ഡിഫറെൻറ്റ് മേഖല അതാണ് ഞാനിപ്പോൾ ഈ പ്രവാസിയുടെ കാര്യത്തിൽ പറയും. പ്രവാസി ഇവിടെ വരുന്നത് അവനൊരു ചിന്താഗതിയാണ്. ഏതൊരാളായാലും അവനവൻ്റെ നാട് വിട്ട് മറ്റുള്ള ലോകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ രാപ്പകലില്ലാതെ അധ്വാനിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എല്ലാവർക്കും. പക്ഷേ അവിടെ നമ്മൾ നല്ല ഒന്ന് ചിന്തിച്ച് ആ അധ്വാനത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് 10 വർഷം നമ്മൾ അധ്വാനിക്കുന്നത് 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അതിനെ നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. 10 വർഷം അധ്വാനിക്കുന്ന ആ വാല്യൂ നമുക്കൊരു 3 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം.
അവിടെയാണ് അധ്വാനത്തിൻ്റെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക. അതല്ലാതെ ഈ 10 വർഷവും കഠിനാധ്വാനം ചെയ്തവന് പിന്നെ 11ാമത്തെ വർഷം അവനക്ക് പണിയെടുക്കാൻ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബുദ്ധി പ്രയോഗിക്കണം. ബുദ്ധി പ്രയോഗിച്ചിട്ട് ആ അധ്വാനത്തിൻ്റെ സ്റ്റൈല് നമ്മൾ മാറ്റണം. അതെല്ലാവർക്കും കഴിയണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കഴിയുന്ന ആൾക്കാർക്ക് അത് മാറ്റണം. എന്നാലും ഒരു പറ്റം ആൾക്കാർ അതിന് തയ്യാറില്ല. എത്രയെത്രയോ മേഖലകൾ, ടെക്നിക്കൽ മേഖലകൾ, അപ്പോൾ അതേപോലെ തന്നെ പല മാനുഫാക്ചറിങ് മേഖലകൾ, സെയിൽസ് മേഖലകൾ, മറ്റുള്ള മേഖല എല്ലാം ആയിക്കഴിഞ്ഞാലും ഒരു കാര്യത്തിൽ മാത്രം അധ്വാനിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ ഒന്നിനെക്കുറിച്ചും പിന്നെ അവനവിടെ ചിന്തിക്കുന്നില്ല. അവിടെയാണ് നമ്മളുടെ ഈ അധ്വാനത്തിൻ്റെ ആ ഒരു ലോങ് ലൈഫ് നമുക്കുണ്ടായി പോകുന്നത്. ആ ലോങ് ലൈഫിലേക്ക് എത്തിപ്പെടാതെ നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണെച്ചെങ്കിൽ ഒരാൾ 12 മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കുന്നു. ഒരാൾ 12 മണിക്കൂർ 14 മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കുന്നുണ്ട്. അവൻ മാസങ്ങളോളം അങ്ങനെ പണിയെടുക്കണം. അവനക്ക് ശമ്പളം ഒരു ദിവസക്കൂലിയാണെങ്കിൽ നാടിനെ വെച്ച് നോക്കുകയാണെച്ചെങ്കിൽ ഒരു 800 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒക്കെ വെച്ചിട്ട് അവനക്ക് കിട്ടുന്നുണ്ട്, ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരന്. ചില വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ 12 മണിക്കൂർ പണിയെടുക്കുന്ന മറ്റൊരാളും ചില വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ വർക്ക് ചെയ്തിട്ട് 12 മണിക്കൂർ കിട്ടുന്നതിൻ്റെ ഡബിൾ കാശ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് ചിന്തിക്കും. അവിടെ 12 മണിക്കൂറിൽ 800 രൂപ ഉണ്ടാക്കുന്നവന് 2 മണിക്കൂറിൽ 1500 2000 രൂപ ഉണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് നമ്മളുടെ കഠിനാധ്വാനം എന്ന് പറയുന്നത്. അതല്ലാതെ ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം, ഞാൻ കഠിനാധ്വാനിയാണ്, നല്ല അധ്വാനിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? 50 വയസ്സ് 55 വയസ്സ് 60 വയസ്സായി കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. അതിനങ്കാട്ടി ഏറ്റവും ബെറ്ററാണ് നമ്മൾ ആ മേഖലകളെ പടുത്തുയർത്തി, നമ്മൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് ആ ഫീൽഡിനെ പടുത്തുയർത്തി അതിൽ നിന്ന് അതിൻ്റെ ഇൻകത്തിൻ്റെ സ്റ്റൈല് നമ്മൾ ആ സിസ്റ്റം മാറ്റിയെടുക്കണം. ആ സിസ്റ്റം മാറ്റിയെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളുടെ വരുമാന ഇൻകത്തിൻ്റെ സ്രോതസ്സ് വലുതായി മാറുള്ളൂ. സിസ്റ്റത്തെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. നമ്മളെ കയ്യിലുള്ള സിസ്റ്റത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. നമ്മളെ ബുദ്ധിനെ കൺവേർട്ട് ചെയ്യണം. അതല്ലാതെ നമ്മളെ ബുദ്ധി കൺവേർട്ട് ചെയ്യാതെ നമ്മളിൽ മാത്രം ഞാൻ അധ്വാനിയാണ് എന്ന് പറഞ്ഞിട്ട് അധ്വാനിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ആ ഒരു സിസ്റ്റത്തിനെ 10 ആളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ആ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ ആ 10 ആളുടെ ഇൻകം നമുക്ക് വന്നു. ഇതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട്, കൂട്ടുകാരൻ ഈ പറഞ്ഞ പോലെ ആൾ പ്രായമായിട്ടുണ്ട്. അയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ ഒരു പരിപാടിയാണ്. മറ്റുള്ള ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അയാളുടെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ മുന്നിലും തല കുനിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പറച്ചൽ കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു വലിയ വർത്താനം പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാളുടെ ഈ ബുദ്ധിമുട്ടെല്ലാം കണ്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ്, ഇക്കാക്കൊരു പണി ചെയ്തൂടെ? ഇക്ക ഒറ്റക്കല്ല ഇപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ റൂമിൽ കൊടുത്തിട്ട് ഭക്ഷണം ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഒറ്റക്ക് ഡെലിവറി ചെയ്യണം. ഇക്ക ഒരു പണി ചെയ്തൂടെ? ഇക്കാക്ക് എല്ലാ കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണതാണ്. ഇക്കാക്കൊരു രണ്ടാളെ എന്തായാലും ഇതിങ്ങനെ ചെയ്യുന്നതാണ്, ഒരു 2 ആളെ പണിക്ക് വെച്ചിട്ട് ഇക്കാടെ ഈ ഒരു മേഖലേനെ ഒന്ന് വളർത്തിയെടുത്തൂടെ എന്ന് ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത്. അയാൾ അത് അംഗീകരിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് ന്യായങ്ങളാണ്. അത് ചില വ്യക്തികൾ അങ്ങനെയാണ്, വിട്ടുകൊടുക്കില്ല. ഒരാളെന്ത് കാര്യം പറഞ്ഞാലും വിട്ടുകൊടുക്കില്ല.
അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളപ്പോൾ ചിന്തിച്ച് അയാളപ്പോൾ ഇനി മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ ആ രണ്ടാളെ ശമ്പളം കൊടുക്കണ്ടേ, അതങ്ങനെ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്യണ്ടേ എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു മാസം 2000 കിട്ടുന്നതെങ്കിൽ 2000 നാട്ടിലത്തെ ഒരു 50,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ രണ്ടാൾക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കുകയാണ് വെച്ചെങ്കിൽ അയാൾക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടി പണി ചെയ്യാൻ പറ്റും. അപ്പോൾ 50,000 എന്നുള്ളത് 1,00,000 മാറും. പക്ഷെ അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് എന്താണ്, പിന്നെ അവരെ വെച്ച് കഴിഞ്ഞാൽ അവരെ നോക്കണം, അത് ചെയ്യണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. അപ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, കഠിനാധ്വാനം. എനിക്ക് ഒരു പ്രശ്നം, എനിക്ക് ഒരു ടെൻഷൻ വരില്ല, ഞാൻ അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്, എനിക്ക് അത് മതി, ഞാൻ എന്നെ ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു ചിന്താഗതി. അപ്പം നമ്മളതിനെ കൺവേർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ ഈ വ്യക്തിക്കൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ അവൻ സിസ്റ്റമാറ്റിക്കലായിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കാശ് വരിക ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട്. അതിന് വ്യക്തികൾ തയ്യാറാവുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം ഈ പറയണ ആൾക്ക് എന്താണുള്ളതെന്നൊക്കെ തോന്നാം. പക്ഷേ പരിശ്രമമാണല്ലോ, പിന്നെ കുറേ സാഹചര്യങ്ങളാണല്ലോ. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു പ്രയത്നത്തിൽ തന്നെയാണ് ഞാനും അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവങ്ങളും മറ്റുള്ള ആൾക്കാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്കും അതേപോലൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ സാഹചര്യങ്ങളാണ്, കുറേ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ ആ അറിവ് നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ടതാണ്. അല്ലാതെ നിങ്ങളൊരാളും എന്നെ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ചെയ്യല്ലേ, എന്നെ പൊങ്കാലിടരുത്. എൻ്റെ ഒരു അനുഭവങ്ങളും അത് പാളിച്ചകളും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാളിച്ചകളും അനുഭവങ്ങളും അറിവില്ലായ്മകളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ പറയണ കാര്യം നിങ്ങളോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കും അതൊരു പുതിയൊരു അറിവ് കിട്ടും. നിങ്ങളെ കമൻറ്റും മറ്റുള്ള മുഖേനൊക്കെ നിങ്ങളും അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിൽ ഒരു അറിവ് കിട്ടും. അപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രവാസിയുടെ അവിടേക്കാണ് ഞാൻ വിഷയം വരുന്നത്. ഈ പ്രവാസി എന്താണ് ചെയ്യുന്നത്, ഇവിടെ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം ഇവിടെ പണിയെടുത്ത് ആ പണിയെടുത്തിട്ട് അവന് നല്ലൊരു മേഖലയിലാണ് ഇവിടെ പണിയെടുത്തിട്ടുണ്ടാവുക. അവൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഏകദേശം എപ്പോഴും നമ്മളൊരു എക്സിറ്റ് ലൈഫ് വർക്കിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി തന്നെ ഒരു ധാരണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം. ആ എക്സിറ്റ് ആവുന്നുള്ളൊരു 50 വയസ്സ് അല്ലെങ്കിൽ 55, ദൈവം നമുക്കിത് തരുന്ന ആയുസിൻ്റെ അത് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു നമ്മൾ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 50 വയസ്സ് 55 വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ജോലിയൊക്കെ നിർത്തേണ്ടതാണ്. ആ 55 വയസ്സാകുമ്പോൾ നിങ്ങൾ ജോലി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവിടെ നമുക്ക് വരുമാനം ഉണ്ടാവണം. നമ്മൾ പടുത്തുയർത്തിയ മേഖലയിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം നമുക്ക് ഉണ്ടാവണം. അവിടെയാണ് ഏതൊരു മനുഷ്യൻ്റെയും വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിൻ്റെ പ്രയത്നത്തിൽ തന്നെയാണ് ഞാനും. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിൻ്റെ പരിശ്രമങ്ങൾ എന്താ പറയുക, സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ എന്ന് പറയാം. അങ്ങനെയുള്ള മറ്റുള്ള ഉപദേശങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അധികം കിട്ടിയിട്ടില്ല. ഞാൻ പല അന്വേഷണങ്ങൾ കൂടുതൽ നടത്തുന്ന ആളാണ്. ദൈവം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ ദൈവം നമ്മളുടെ ചതിയിലൊന്നും നമ്മളെ പെടുത്തിയിട്ടില്ല. ഇതുവരെയൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. എങ്കിലും പല ജീവിത കാലഘട്ടത്തിലും നമ്മൾക്ക് അതിൻ്റെ ഉപദേശങ്ങളുടെ ഒരു പോരായ്മ നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാനും മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്നിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് ആ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വെറുതെ കേട്ടാൽ പോരെ, ഇതിനെ കേട്ടുള്ള അതിൻ്റെ റീപ്ലൈ നിങ്ങൾ തീർച്ചയായിട്ടും തരണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.